പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷത്തിന്റെ കേന്ദ്ര ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 8-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നു: വീണ്ടും വലിയ ഒരു ജനക്കൂട്ടം യേശുവിന് ചുറ്റും ഒരുമിച്ചുകൂടി. യേശുവിന് അവരെ കണ്ടിട്ട് അവരോട് അനുകമ്പ തോന്നി. ഇവർ 3 ദിവസമായി എന്നോടൊപ്പമാണ്, ഇവർ ഒന്നും ഭക്ഷിച്ചിട്ടില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീണേക്കാം. 3-ാം വാക്യത്തിൽ പറയുന്നു, ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ വിശപ്പോടെ പറഞ്ഞു വിട്ടാൽ വഴിക്ക് വെച്ച് അവർ തളർന്ന് വീണുപോയേക്കാം. ഇത് കേട്ട് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഈ വിജനസ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് 7 അപ്പവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ച് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. സുവിശേഷങ്ങളിൽ ഇത് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ വിജാതീയരുടെ ശുശ്രൂഷയ്ക്കായിട്ട് 7 ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നു. നേരത്തെ 5 അപ്പം വർദ്ധിപ്പിച്ച് ബാക്കി വന്നത് 12 കുട്ട നിറയെ. ഇത് യഹൂദരുടെ പ്രതിനിധികളായി 12 അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളും പുതിയ നിയമത്തിൽ 12 അപ്പസ്തോലന്മാരും. എന്നാൽ വിജാതീയരുടെ പ്രതിനിധികളായി 7 പേര്. 7 കുട്ട നിറയെ ബാക്കി വന്നത് അതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ യേശു ജീവന്റെ അപ്പമായി മുറിച്ചു വിളമ്പപ്പെടുന്നത് സകലർക്കും വേണ്ടി, സകല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി. 2-ാം പ്രാവശ്യം യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ തൻ്റെ ശരീരരക്തങ്ങളിലൂടെയുള്ള സാർവത്രിക രക്ഷയെ സൂചിപ്പിക്കുന്നു. 10-ാം വാക്യം, അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനൂസ പ്രദേശത്തേക്ക് പോയി. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഫരിസേയർ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് അടുത്തുകൂടുന്നതാണ് തുടർന്ന് കാണുന്നത്. ഫരിസേയർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. അപ്പൊ ഈ കണ്ട അടയാളങ്ങളൊന്നും മതിയായില്ല. വ്യക്തമായി സുവിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്, അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അടയാളം ആവശ്യപ്പെട്ടു. ഈ പ്രവർത്തിച്ചതിനേക്കാൾ വലിയ അടയാളം നേരിട്ട് സ്വർഗത്തിൽ നിന്ന് കാണിക്കണം. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? യേശു ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടു. ഗത്സമേനിൽ വെച്ച് തീവ്ര ദുഃഖത്താൽ മുഴുകിയ യേശുവിൻ്റെ അതേ ഹൃദയവ്യഥ ആണ് ഈ അഗാധമായ നെടുവീർപ്പ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടത്? കാരണം പഴയ നിയമത്തിലുടനീളം യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. മിശിഹായുടെ വരവിനു വേണ്ടി യഹൂദർ കാത്തിരിക്കുന്നുണ്ട്. ഇതുവരെ യേശു പ്രവർത്തിച്ച അവന്റെ പ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇവയെല്ലാം യേശുവിൻ്റെ മിശിഹാത്വം വെളിപ്പെടുത്തുവാൻ
മതിയായവയായിരുന്നു. അവൻ ദൈവപുത്രനാണെന്ന് പല പ്രാവശ്യം സുവിശേഷത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ യേശുവിന്റെ ദൈവത്വം, മിശിഹാത്വം വെളിപ്പെടുത്താൻ വേറൊരു അടയാളത്തിന്റെ ആവശ്യമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ യേശുവിനെ പരീക്ഷിക്കാനായി കൂടുതൽ അടയാളം ആവശ്യപ്പെടുന്നത്? അവർക്ക് അടയാളം കണ്ട് വിശ്വസിക്കാൻ വേണ്ടിയല്ല, അവർ യേശുവിനെ പരീക്ഷിക്കാനും അപകടപ്പെടുത്താനും വേണ്ടിയാണ് ഈ ചോദിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. യേശു അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. ഫരിസേയരുടെ, ഹെരോദേസ് പക്ഷക്കാരുടെയും തെറ്റായ പ്രബോധനങ്ങളെ കുറിച്ചാണ് 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ചിന്തയേ ഉള്ളൂ, അവരപ്പമെടുക്കാൻ മറന്നുപോയി. അതിനിടയിലാണ് യേശു അവരോട് പറയുന്നത്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹെരോദേസിന്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. ഫരിസേയരുടെ പുളിപ്പെന്ന് പറഞ്ഞേക്കുന്നത് യേശുവിൽ പ്രവർത്തിക്കുന്നത് സാത്താന്റെ ശക്തിയാണെന്ന തെറ്റായ പ്രബോധനം. ഹെരോദേസിന്റെ പുളിപ്പ് യേശു സ്നാപക യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റതാണെന്ന്. ക്രിസ്തു ശിഷ്യരെ വഴിതെറ്റിക്കുന്ന ഈ 2 പ്രബോധനങ്ങളെ കുറിച്ചാണ് യേശു ക്രിസ്തു ശിഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. പുളിപ്പെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവര് പുളിമാവും അപ്പവുമാണ് അവരുടെ ചിന്തയിൽ വന്നത്. യേശു പറഞ്ഞത് മനസ്സിലാക്കാതെ അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിച്ച് നൽകിയതാണ്. ഇത്രയൊക്കെ ആയിട്ടും ഇവർക്ക് കർത്താവ് പറയുന്നത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അതാണ് കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുകയാണോ? ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റാത്തത്. ശിഷ്യന്മാരുടെ ഹൃദയം പോലും മന്ദീഭവിച്ചിരിക്കുകയാണ്. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? അവർ പറഞ്ഞു 12. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്നത് എത്ര കുട്ട എടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ യേശു അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. ശിഷ്യത്വ പ്രബോധനത്തിലെ ഒരു പ്രധാന വിവരണമാണ് ഇത് നൽകുന്നത്. ഈ ഭാഗം മറ്റു സുവിശേഷങ്ങളിൽ ഒന്നുമില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മർക്കോസ് ഇത് ഉപയോഗിച്ചേക്കുന്നത് ക്രിസ്തു ശിഷ്യത്വത്തെ കുറിച്ചുള്ള പ്രധാന പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. നമുക്ക് ഈ വചനഭാഗം ഒന്ന് ശ്രവിക്കാം. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറെ പേർ ഒരു അന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ സ്പർശിക്കണമെന്നാണ് യേശുവിനോട് ആവശ്യപ്പെട്ടത്. യേശു ഈ അന്ധനെ ഒന്ന് സ്പർശിച്ചാൽ അവന് കാഴ്ച വീണ്ടും കിട്ടുമെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അന്ധനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. യേശു അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. യേശു അവനെ ഏറ്റെടുക്കുന്ന അനുഭവം. ഇതുവരെ അവന്റെ സ്നേഹിതരോ അല്ലെങ്കിൽ പരിചയക്കാരോ ആണ് കൈക്ക് പിടിച്ച് നടത്തിയിരുന്നത്. അവരാണ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. ഇപ്പോ യേശു അവനെ ഏറ്റെടുക്കുന്നതിന്റെ അടയാളമാണ് യേശു അവനെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി.
അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? യേശു നാവിൽ നിന്ന് തുപ്പൽ തൊട്ട് തന്റെ വിരൽ കൊണ്ട് അവന്റെ കണ്ണിൽ പുരട്ടി കാണും. അതാണ് കൂടുതൽ സാധ്യത. അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് ഇവൻ ജന്മനാ അന്ധനല്ലായിരുന്നു, ഇവൻ എപ്പോഴോ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അപ്പോൾ അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരികെ കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. പല ഘട്ടമായിട്ടാണ്, ക്രമാനുഗതമായിട്ടാണ് അവന് കാഴ്ച വീണ്ടും കിട്ടിയത്. ഇതുവഴി ഒരു പ്രധാന കാര്യം വിശുദ്ധ മർക്കോസ് നമ്മുടെ മുമ്പിൽ എടുത്തു കാട്ടുകയാണ്. അതായത് ക്രിസ്തു ശിഷ്യൻ മിശിഹാ രഹസ്യം പൂർണ്ണമായി ഗ്രഹിക്കുന്നതിന് ക്രമാനുഗതമായ ഒരു വളർച്ചയുടെ പാതയുണ്ട്. നമ്മുടെ ആന്തരിക നേത്രങ്ങളുടെ കാഴ്ചകൾ തെളിയുന്നതിന്, മിശിഹാത്വ രഹസ്യം ഗ്രഹിക്കുന്നതിന് ക്രമാനുഗതമായ ഒരു വളർച്ചയുടെ പാതയുണ്ട്. വചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തു രഹസ്യത്തിൽ നമ്മുടെ ചിന്തയും മനസ്സും ഉറപ്പിക്കണം. അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. 8-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ മുതൽ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു വഴിത്തിരിവാണ്. 8:27 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളാണ് ഈ വഴിത്തിരിവിന്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. 8:31 മുതൽ 10:52 വരെ യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള യാത്ര. അതായത് ഇതുവരെ യേശു ശിഷ്യന്മാരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. അവരുടെ മുമ്പിൽ പ്രവർത്തിച്ച അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അവയിലൂടെയൊക്കെ അവരെ പഠിപ്പിക്കാൻ നോക്കി. ശിഷ്യന്മാരുടെ ധർമ്മവും വെളിപ്പെടുത്തി, ക്രിസ്തുവിന്റെ അധികാരവും ശക്തിയും പരോക്ഷമായി വെളിപ്പെടുത്തി. എന്നാൽ 8:31 മുതൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങുകയാണ്. 8:26 അന്ധനെ സുഖപ്പെടുത്തിയിട്ട് യേശു പറഞ്ഞു, ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത്. എന്തുകൊണ്ടാണ് അവനെ ഇപ്രകാരം വിലക്കി വീട്ടിലേക്ക് അയച്ചത്? കാരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ മിശിഹാത്വം ഒരു രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്, പരസ്യമാക്കാതെ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? യേശു യഥാർത്ഥത്തിൽ ആരെന്ന് അവന്റെ മരണോത്ഥാനത്തോടെ മാത്രമേ വെളിപ്പെടൂ. അതുകൊണ്ടാണ് കർത്താവിന്റെ മരണോത്ഥാനം വരെ യേശുവിന്റെ മിശിഹാത്വം രഹസ്യമായി സൂക്ഷിക്കുന്നത്. 8:27 യേശുവും ശിഷ്യന്മാരും കെസേറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. ഈ സ്ഥലത്ത് ചെന്ന് നിന്നുകൊണ്ടാണ് അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ പറയുന്നു സ്നാപക യോഹന്നാൻ, എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടതാണ്. ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവൻ, മറ്റു ചിലർ പറയുന്നു ഏലിയ. ഈ 3 വിധത്തിൽ നിന്നെക്കുറിച്ച് ലോകത്തിൽ ജനങ്ങൾ പറയുന്നു. ഉടനെ യേശു ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശരി, ജനങ്ങൾ എന്തും പറയട്ടെ, പക്ഷെ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. മാത്യുവിൽ നമ്മൾ കണ്ടു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് കർത്താവ് കൽപ്പിച്ചു. പത്രോസ് പറയുമ്പോൾ യേശു ആരാണെന്ന് യഥാർത്ഥത്തിൽ പത്രോസ് മനസ്സിലാക്കിയോ? ഇല്ല എന്നുള്ളത് പിന്നീടുള്ള പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള 1-ാം പ്രവചനം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ
നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇക്കാര്യം അവൻ തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു താൻ ഏത് വിധത്തിലുള്ള മിശിഹായാണെന്ന് വെളിപ്പെടുത്തി തുടങ്ങുകയാണ്. യേശു തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് തടസ്സം പറയാൻ തുടങ്ങി. ഈ തടസ്സം പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞേക്കുന്നതിന് ഉപയോഗിച്ചേക്കുന്ന ഗ്രീക്ക് പദം യേശു പിശാചിനെ ശാസിക്കുന്നതിന് ഉപയോഗിച്ചേക്കുന്ന അതേ വാക്ക്. പത്രോസ് ശാസിക്കാൻ തുടങ്ങി യേശുവിനെ. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യരെല്ലാവരും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസിനെ ശാസിച്ചുകൊണ്ട് യേശു പറഞ്ഞു, സാത്താനേ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല. സഹനത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് ദൈവികമല്ല. എന്നാൽ സാത്താൻ അതുകൊണ്ട് തന്നെ സഹനത്തിൽ നിന്ന് ശിഷ്യരെ മാറ്റാൻ, പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് യേശു സാത്താനെ പിന്നിലേക്ക് പോവുക എന്ന് പറഞ്ഞത്. അടുത്ത് യേശുവിന്റെ പഠിപ്പിക്കൽ തുടങ്ങുകയാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. യേശുവിനും അവിടുത്തെ സുവിശേഷത്തിനും സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കാൻ യേശു തമ്പുരാനെ ഞങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമീൻ.